ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ഗാർഡനിലോട്ട് സ്വാഗതം. ഗാർഡൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമുക്ക് കറിവേപ്പില ചെടിയെക്കുറിച്ച് പറയാം. കറിവേപ്പില എല്ലാവരുടെ വീട്ടിലും ഒരു അത്യാവശ്യ ഘടകമാണല്ലേ. കറിവേപ്പില നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പിലയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു ജൈവവളം ഇട്ട് കൊടുക്കാം. ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുത്താലും മതി. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കലാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരു 1-2 തവണയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ചാരം എടുത്തിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. ചാരം എന്ന് പറഞ്ഞാൽ ഈ അടുപ്പിലെ വിറകൊക്കെ കത്തിക്കഴിഞ്ഞ് കിട്ടുന്ന ചാരമില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. അത് ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളത്തിന് പകരം കുറച്ച് വെള്ളത്തിലോട്ട് ഇച്ചിരി തൈര് കലക്കി ഒഴിച്ചു കൊടുത്താലും വളരെയേറെ നല്ലതാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒടിക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒടിക്കുമ്പം അത് പിന്നെയും ശോഷിച്ച് പോകും. കറിവേപ്പില നട്ടത് അത്യാവശ്യം ഗ്രോത്ത് ആയതിന് ശേഷം മാത്രം നമ്മൾ കറിവേപ്പില ഒടിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില കിട്ടാൻ ഞാൻ ഇതുപോലെയുള്ള മാർഗ്ഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. ഇത് കണ്ടില്ലേ, നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ കറിവേപ്പില തൈയാണ്. അതിൻ്റെ അടിയിൽ നിന്നൊക്കെ നല്ല കിളുത്ത് വന്നിട്ട് നല്ല ബുഷിയായിട്ടാണ് ഈ കറിവേപ്പില കിളുത്ത് വരുന്നത്. ഇതുപോലെ ചെയ്തിട്ടാണ് ഈ കറിവേപ്പില ഇങ്ങനെ നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ തുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ലതാണ്. അന്നപ്പം ഒന്നും കൂടെ ഇലകൾ ഇങ്ങനെ കിളുത്ത് വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കറിവേപ്പില വളർത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല ഒരു വീഡിയോയുമായി